മറന്നുപോയതായിരിക്കും. സോ അങ്ങനെ മറന്ന പാസ്വേഡ് നമുക്ക് എങ്ങനെ വീണ്ടും റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ആ മറന്ന പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് ചെയ്ത് നമ്മുടെ പഴയ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് ഡ്യുവലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഫേസ്ബുക്ക് ഡ്യുവൽ എടുത്ത് അതിന് ശേഷം അതിൻ്റെ ലോഗിൻ പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏത് അക്കൗണ്ടാണോ നമുക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൻ്റെ പാസ്വേഡാണോ നമ്മൾ മറന്നു പോയിട്ട് തിരിച്ചെടുക്കേണ്ടത്, ആ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ പാസ്വേഡിൻ്റെ ലോഗിൻ്റെയും താഴെ കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിലായിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നേരെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ അവർ OTP അയക്കും, OTP SMS ആയിട്ട് അയക്കും, അല്ലെങ്കിൽ അവർ ഇമെയിലിലേക്ക് നേരെ OTP അയക്കുന്നതായിരിക്കും. സോ എനിക്കിച്ചിരി താമസം എടുത്തു. ഞാൻ SMS കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഇമെയിലിലേക്കാണ് എനിക്ക് വന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ OTP വന്നിട്ടുണ്ട്. സോ ഞാൻ അവിടെ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. സോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം വേറെ ഏതെങ്കിലും ഈ അക്കൗണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആയിട്ടിരിപ്പുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നേരെ ഇതിലേക്ക് തന്നെ ഈ ഡിവൈസിലേക്ക് തന്നെ ഫുൾ അക്കൗണ്ടും ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻ്റർഫേസ്. സോ ഞാൻ അവിടെ കീപ് മീ ലോഗിന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമ്മൾ ശക്തമായ ഒരു പാസ്വേഡ് നിർമ്മിച്ച് അവിടെ ടൈപ്പ് ചെയ്ത് ഓർത്ത് വെക്കുക, മറക്കരുത്. സോ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് അത്ര സേഫാന്ന് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് അവിടെ നമ്മൾ നമ്മുടെ ലോക്കാക്കി വെക്കുക. നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് ലോക്കാക്കി വെക്കുക. സോ ഇപ്പം ഞാൻ അവിടെ ലോഗിൻ ആയിട്ടുണ്ട്. എൻ്റെ ആ അക്കൗണ്ടിൽ തന്നെ ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, വളരെ സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. സോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.